അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രാഡേ സ്കാനർ മാർക്കറ്റ് മൂവറിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ് കാണുന്നത്. നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സും എൻഹാൻസ്മെൻറ്റ്സും ഈ സ്കാനറിൽ നമ്മൾ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. നമുക്ക് ഈ സ്കാനറിലേക്ക് ആദ്യം വന്നെങ്കിൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ആദ്യം മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി ട്രെൻഡാണെന്നും എന്താണെന്നും മനസ്സിലാക്കാം. ഓരോ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് ഡിക്ലൈനിങ് റേഷ്യോയും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈസി ആയിട്ട് ഇപ്പോൾ റിയാലിറ്റി സെക്ടറാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ടറിലുള്ള സ്റ്റോക്കുകൾ ഫുള്ള് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടി താഴേക്ക് വന്നാൽ ഇൻഡസ്ട്രി ഔട്ട്ലുക്ക് നമുക്ക് ഇവിടെ കാണാം. അത് ഓരോ ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയും അതിൻ്റെ സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ തന്നെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കുകൾ ഇവിടെ ലിസ്റ്റ് ആവുന്നതാണ്. കുറച്ചുകൂടി താഴേക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ലോങ് ഓപ്പർച്യൂണിറ്റിയും ഷോർട്ട് ഓപ്പർച്യൂണിറ്റിക്കുള്ള സ്റ്റോക്കുകൾ കാണാം. അവിടെ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് ആണ് MTF, അത് ഇൻട്രാഡേ അലൗഡ് ആയിട്ടുള്ള മാർജിൻ ട്രേഡിംഗ് ഫണ്ട് അലൗഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം. അടുത്തൊരു ഫീച്ചറാണ് FNO സ്റ്റോക്ക് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കുക. പിന്നീട് ന്യൂ എന്നൊരു ബട്ടൺ ഉണ്ട്. ഇതിൽ ഇന്ന് ഈ സ്കാനറിൽ ആദ്യമായിട്ട് വന്ന സ്റ്റോക്കുകൾ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കുക. പിന്നീട് ഒരു ഓപ്ഷനാണ് ST2, അത് സ്റ്റേജ് 2 അപ് ട്രെൻഡ് ആക്റ്റീവായ സ്റ്റോക്കുകൾ മാത്രം ഈ സ്കാനറിൽ നിന്ന് കണ്ടുപിടിക്കാം. അതോടൊപ്പം തന്നെ ഇത് ചേഞ്ച് ബേസ് ചെയ്തിട്ട് സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യാം. അതായത് 1% താഴെ ചേഞ്ച് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം നമുക്ക്. ഇതിൽ നമുക്ക് പിന്നീട് 10ഉം 20ഉം രണ്ട് തരം ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇത് സെലക്ട് ചെയ്യുന്ന വഴി നമുക്ക് 10 അല്ലെങ്കിൽ 20 റിസൾട്ട് നമുക്ക് ഈ സ്കാനറിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഈ 10ഉം 20ഉം നമുക്ക് ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ന സ്റ്റോക്കുകൾ അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ബേസിൽ റാങ്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഏത് സ്റ്റോക്കുകൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് നേരിട്ട് അതിൻ്റെ ചാർട്ട് ഓപ്പൺ ആവുന്നതാണ്. ഈ ചാർട്ടിൽ ഞാൻ ഓൾറെഡി SMC Pro ഇൻഡിക്കേറ്ററും പ്രോ ലെവൽസും ആഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ രണ്ട് ഇൻഡിക്കേറ്റർ ഇവിടെ ആഡ് ആയി വന്നിരിക്കുന്നത്. നമ്മൾ സ്റ്റോക്കുകൾ ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഗ്യാപ്പിൻ്റെ ബേസിലും ഈ ഗ്യാപ്പ് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏറ്റവും കുറവ് ഗ്യാപ്പുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടെടുക്കാം. അതോടൊപ്പം തന്നെ TP എന്ന് പറയുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അത് നമുക്ക് ഒരു ടാർഗറ്റ് പോയിന്റ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നീട് വരുന്നത് 52 വീക്ക് റേഞ്ച് ആണ്. ഇത് ഈ സ്റ്റോക്കിന്റെ 52 വീക്ക് റേഞ്ച്, ഇപ്പോൾ ഒരു സ്റ്റോക്ക് 52 വീക്കിന്റെ അടുത്താണെങ്കിൽ അത് കണ്ടുപിടിക്കാനായി നമുക്കിത് ഉപയോഗിക്കാം. പിന്നീട് വരുന്ന ഈ 4 ഡോട്ടുകൾ ഇതിന്റെ ഹിസ്റ്ററിയാണ്. അതായത് ഈ സെയിം സ്റ്റോക്ക് കഴിഞ്ഞ 5 ദിവസങ്ങൾക്കുള്ളിൽ ലോങ് സൈഡിലാണോ ഷോർട്ട് സൈഡിലാണോ വന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ നമുക്കിവിടെ കാണിക്കും. നമ്മൾ ഈ കാണുന്ന ഗ്രീൻ ഡോട്ടിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് വന്ന ഡേറ്റ് അത് കാണിച്ചു തരും. അവിടെ അന്ന് വന്നപ്പോൾ അപ്സൈഡ് ആയിരുന്നോ ഡൗൺ സൈഡ് ആയിരുന്നോ എന്നും റാങ്ക് എന്തായിരുന്നു എന്നും ഇവിടെ കാണിച്ചു തരും നമുക്ക്. പിന്നീട് കാണിക്കുന്ന ഈ ഡാറ്റ ഇന്ന് ഈ സ്കാനറിൽ സ്റ്റോക്ക് വന്ന സമയവും അതിൻ്റെ പ്രൈസുമാണ് ഇവിടെ കാണിക്കുന്നത്. കുറച്ചുകൂടി താഴേക്ക് വന്നാൽ നമുക്ക് ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഡെക്സ് ഏതാണെന്നും അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ ഇവിടെ കാണിച്ചു തരുന്നു. ഇപ്പോൾ നമുക്കിവിടെ കണ്ടറിയാം മൈക്രോ ക്യാപ് സ്റ്റോക്കുകളാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇന്ന്. കൂടാതെ മറ്റൊരു ഫീച്ചർ ഈ കാണുന്ന ഈ ഗ്രീൻ ആരോയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രീവിയസ് റാങ്ക് 5ന് താഴെ ആയിരുന്നു. ആ താഴെ ആയിരുന്ന റാങ്ക് ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഈ റെഡ് കളറിലെ ആരോ ആണെങ്കിൽ ഇത് പ്രീവിയസ് റാങ്ക് ചിലപ്പോൾ 4 ആയിരുന്നിരിക്കാം. അവിടെ നിന്ന് ഇത് താന്ന് 5ലേക്ക് ആയതാണ്. അതിൻ്റെ അർത്ഥം ഇത് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിന്റെ അർത്ഥം ഇത് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അതുപോലെ തന്നെ ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ അതിന്റെ ഇൻഡിക്കേഷൻ ഇതുപോലെ ഒരു ഡാഷ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്റ്റോക്കിന്റെ അതിന്റെ ഇൻഡസ്ട്രി ഏതാണെന്നും അതിന്റെ ഇൻഡെക്സ് ഏതാണെന്നും ഇവിടെ തന്നെ കാണിച്ചു തരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റ് മൂവറിന്റെ ഫീച്ചറുകൾ. ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.